കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ പ്രതികരണം വസ്തുതാവിരുദ്ധമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്തിനോടുള്ള അവഗണന മറച്ചുവെക്കാനാണ് പ്രസ്താവന നടത്തിയത്. കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളുടെ എക്കാലവും നിഷേധാത്മക സമീപനം സ്വീകരിച്ചവരാണിപ്പോൾ ആക്ഷേപവുമായി രംഗത്തു വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരയിൽ നടപ്പിലാക്കാൻ കേരള സർക്കാരിന് താൽപര്യമില്ലെന്നും പദ്ധതിയിൽ മുന്നോട്ടുള്ള നടപടി എന്തെന്ന് വ്യക്തമാക്കേണ്ടത് കേരള സർക്കാർ ആണെന്നുമായിരുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ വാദം. എന്നാൽ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന തീർത്തും വസ്തുതാവിരുദ്ധവും സംസ്ഥാനത്തിനോടുള്ള അവഗണന മറച്ചുവെക്കാനുള്ള തന്ത്രവുമാണെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. ഇത്തരം പ്രതികരണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയം മാത്രമാണുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരളം താല്പര്യമെടുക്കാതിരുന്നിട്ടില്ല. സിൽവർ ലൈൻ രാജ്യത്ത് ആദ്യമായി ഇത്തരത്തിലൊരു സ്പീഡ് റെയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് കേരളമല്ലേ, ആദ്യമായി DPR കൊടുത്ത് കേരളമല്ലേ. ഇപ്പോൾ അവരെന്താ അതിന് പറഞ്ഞത്? സിൽവർ ലൈന് പകരമായിട്ടാണ് വന്ദേ ഭാരത് നമ്മൾ ഇറക്കുന്നത് എന്നല്ലേ പറഞ്ഞത്. വന്ദേ ഭാരതിൻ്റെ സ്ഥിതി എന്താ? മറ്റുള്ള ട്രെയിനുകളുടെ സ്ഥിതി എന്താ? ഇലക്ഷൻ വരുന്നതിന് മുമ്പുള്ള ഒരു രാഷ്ട്രീയ സ്റ്റണ്ടായി മാത്രമേ നമ്മൾ കാണേണ്ടുള്ളൂ. കേരളത്തോട് റെയിൽവേ കാണിക്കുന്ന അവഗണന അത് ചെറുതല്ല, വർഷങ്ങളായില്ലാണ്. സിൽവർ ലൈൻ പദ്ധതി പോലെ ശബരി റെയിൽപാത ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ കേന്ദ്രത്തിന്റെ അവഗണന തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഇത് സിൽവർ ലൈൻ മാത്രമല്ല, അദ്ദേഹം അതുകൂടി ചേർത്ത് പറയണം. ശബരി റെയിൽപാതക്ക് സ്ഥലമെടുത്ത് വർഷങ്ങൾ കഴിയാണ്. സാധാരണക്കാരായ കർഷകരായ ആളുകളുടെ ഭൂമി ഫ്രീസ് ചെയ്തിട്ട് എത്രയോ വർഷങ്ങളായി. അത് കഴിഞ്ഞ 5 വർഷമായി ഇത് ബ്രൗൺ വിക്കിലും അനുവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭൂമി ഫ്രീസ് ചെയ്ത് കൊടുത്തത്. ശബരി പാതയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂമി നമ്മൾ ഫ്രീസ് ചെയ്ത് കൊടുത്ത് കാലങ്ങളായി. കേരയിൽ ഞങ്ങളാണ് മുടക്കിയതെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ വിളിച്ചു പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. കേരളവുമായി ബന്ധപ്പെട്ട നിരവധി മീറ്റിംഗുകളും കൂടിക്കാഴ്ചകളും നടത്തിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു. കേന്ദ്രം സംസ്ഥാനത്തോട് തുടരുന്ന അവഗണന ചെറുതല്ലെന്നും ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആവശ്യങ്ങൾ നേടിയെടുക്കുകയാണ് വേണ്ടതെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.